ഡിജെ ഞങ്ങൾ നടക്കാണേ. ഡിജെ ടാറ്റ ഞങ്ങൾ ഇന്റർ പറയട്ടെ. ഞങ്ങളുടെ കൂടെ ഒരു ക്യാമറമാൻ. ഹലോ പറ. ഹലോ എവ്രിവൺ, വെൽക്കം ടു മിസ് നാൻ ഷെഫീഖ് വ്ലോഗ്സ്. അപ്പൊ മിസ് നാൻ ഷെഫീഖിന്റെ മറ്റൊരു സൂപ്പർ വീഡിയോയിലേക്ക് ഡിജെന്റെ കൂടെയുള്ളത് ഞങ്ങളുടെ ഡിജെ ആണ്. ഡിജെന്റെ കൂടെയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കൂടെ ക്യാമറമാൻ വന്നോട്ടാ. ഡിജെ ഡിജെ ഇത് ഞങ്ങളൊരു മത്സരം വെക്കാണ്. ഡിജെനെ ഏറ്റവും കൂടുതൽ കടിച്ച് തിന്നുന്ന ആൾക്കാണ് സമ്മാനം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാനാണ്. ഏറ്റവും കൂടുതൽ കടിച്ചു നിന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും വരും. പൂച്ചയുടെ പൂച്ച ഡിജെയുടെ മാമാടെ ഒപ്പം നടക്കാൻ കേട്ടാ. ഡിജെയുടെ മാമാടെ ഒപ്പം നടക്കാൻ. ഡിജെ മതി. പെൻഡുലം പെൻഡുലമാണ് പെൻഡുലം. നാട്ടിൽ പോയിട്ട് നമ്മുടെ ഡിജെയുടെ കൂടെയുള്ള കുറച്ച് നല്ല മൊമെൻറ്റ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ UK-ലായിരുന്നതുകൊണ്ട് കുട്ടി ജനിച്ചപ്പോഴും അവൻ വളർന്നു വരുന്ന സമയത്തും നമ്മൾ കൂടെ ഉണ്ടായിട്ടില്ല. വാവേനെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവന് നമ്മളോട് ഇണങ്ങാൻ കുറച്ച് സമയമൊക്കെ എടുത്തു. എന്നാലും നല്ല രസമായിരുന്നു കൂടെയുള്ള സമയവും. അവിടുന്ന് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി എനിക്ക് കഴിക്കാൻ ചക്കപ്പഴമായിട്ട് വരുന്നുണ്ട്. എന്നെ പോലെ തന്നെ ചക്ക കഴിക്കണം എന്ന് ആഗ്രഹമായിട്ട് ഗൾഫിൽ നിന്ന് വന്ന നമ്മുടെ സ്വന്തം മനാഫിക്കായാണ് പ്ലാവിൽ കയറി ചക്ക ഇട്ടത്. അങ്ങനെ ഇക്കാക്ക് ആവശ്യമുള്ളത് ഇക്കായ കൊടുത്തു. എന്നെ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് എനിക്കും തന്നു. അങ്ങനെ ചക്ക കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വന്നതറിഞ്ഞ് നമ്മുടെ സ്വന്തം അമ്മായിയും കാണാൻ വന്നു. അങ്ങനെ ഇവരെയൊക്കെ നമുക്ക് നാട്ടിൽ പോകുമ്പോഴല്ലേ കാണാൻ പറ്റും. നീ എവിടെയാണ്? ആരാണ് എടുത്തേക്കണത്? ഇത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞുമ്പതുക്കായാണ്. ഞങ്ങൾ കുമ്മക്കാന്ന് വിളിക്കുക. ചെറുപ്പത്തിൽ ഇതേ ഇവന്റെ അത്ര ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ ഇതുപോലെ നടത്ത് കടയിൽ കൊണ്ടുപോകുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ ഇവരൊക്കെ തന്നെയാണ്. ഇപ്പതാ മോനെടുത്ത് കൈ പിടിച്ച് നിൽക്കുന്നു. എവിടെ ഇരിക്കണേ? എവിടെ ഇരിക്കണേ? ഡിജെ നമ്മളോട് ഇണങ്ങാൻ കുറച്ച് സമയമൊക്കെ എടുത്തെങ്കിലും ഇണങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളായി. കെൻസുവിൻ്റെയും ജന്നാടെയൊക്കെ ഒപ്പം അവൻ നല്ല കളിയായിരുന്നു. ഡിജെയുടെ മൂത്താപ്പായും വേഗം സെറ്റായി. പയ്യെ മൂത്താപ്പാടെ കൈ പിടിച്ചവൻ നടക്കാനും മെല്ലെ ഇങ്ങനെ പിടിച്ചൊക്കെ നടക്കും. അങ്ങനെ പയ്യെ നടന്നൊക്കെ തുടങ്ങി. പിന്നെ പൂച്ചയുടെയൊക്കെ ഒപ്പം കളിക്കലും അങ്ങനെ നല്ല രസമായിരുന്നു നാട്ടിലുണ്ടായ ദിവസങ്ങൾ. നാട്ടിൽ പോകുമ്പോൾ നമുക്ക് 1 മാസം കിട്ടിയാൽ തികയില്ല. പിന്നെയാണ് ഈ 2 ആഴ്ചയ്ക്ക് ഓടിപ്പോയിട്ട് വരുമ്പോൾ. അങ്ങനെ ഡിജെയും മൂത്താപ്പയൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴ വന്ന് മൂത്താപ്പ കടയിലേക്ക് പോയി. ഞങ്ങൾ അവർ പോണതും കണ്ടിങ്ങനെ ഇരുന്നു. നമ്മുടെ വാവയുടെ ചെറുപ്പം തൊട്ടുള്ള പിക്ചേഴ്സും വീഡിയോസും ചേർത്ത് വെച്ചതാണ്. അവൻ ആദ്യമായിട്ട് കമിഴുന്നതും ഇരിക്കുന്നതും പയ്യെ നടക്കാൻ തുടങ്ങുന്നതും ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. കുറച്ച് നാളെ ഇനി നമുക്ക് തന്നെ അവനെ കാണിച്ചു കൊടുക്കാമല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ ഒക്കെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ചാരിറ്റി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ മോൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ചെയ്തതാണ്.
ഫുഡ് ഓൺ വീൽസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവുന്ന പോലെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒരു അന്നദാനം നടത്താൻ സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡയറക്റ്റ് ഫുഡ് ഓൺ വീൽസിൻ്റെ പേജിൽ പോയി മെസ്സേജ് ചെയ്യാം. എന്തായാലും ഇതും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ, അവരുടെ പ്രാർത്ഥനകളും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ DJ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മുഹമ്മദ് ദിജുവാറിന് ഇപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ആഘോഷങ്ങളൊന്നുമില്ല, പ്രാർത്ഥനകൾ മാത്രം. ഹാപ്പി ബർത്ത്ഡേ DJ.